ഇന്ത്യയുടെ ഭൂപടം ശ്രദ്ധിച്ചു നോക്കിയാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബാക്കി ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഒരു ഭൂപ്രദേശം കാണാം. ചൈനയുടെ കണ്ണ് എപ്പോഴും പതിഞ്ഞിരിക്കുന്ന ഈ മേഖലയിൽ ഇപ്പോൾ വളരെ നിർണായകമായ ഒരു സുരക്ഷാ നീക്കം നടന്നിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ സുവേന്ദു അധികാരി സർക്കാർ 120 ഏക്കർ ഭൂമിയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കൈമാറാൻ ഒരുങ്ങുന്നത്. എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ? ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന ഈ ഇടനാഴിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി നയിക്കുന്ന BJP സർക്കാർ തന്ത്രപരമായ ഒരു തീരുമാനം പുറത്തുവിട്ടിരിക്കുകയാണ്. സിലിഗുരി ഇടനാഴിയിലെ അതീവ സുരക്ഷിത മേഖലയിലുള്ള 120 ഏക്കർ ഭൂമി കേന്ദ്ര സർക്കാരിനും അതിർത്തി രക്ഷാസേനയ്ക്കും കൈമാറാൻ ബംഗാൾ സർക്കാർ ഔദ്യോഗികമായി അനുമതി നൽകി. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി കേന്ദ്ര ഏജൻസികൾ ഈ ഭൂമിക്കായി ബംഗാൾ സർക്കാരിനെ സമീപിച്ചിരുന്നെങ്കിലും അന്നത്തെ മമതാ ബാനർജി സർക്കാർ ഇത് ഫെഡറൽ സംവിധാനത്തിന്മേലുള്ള കടന്നുകയറ്റമായി ചിത്രീകരിക്കുകയും രാഷ്ട്രീയ കാരണങ്ങളാൽ അനുമതി വൈകിപ്പിക്കുകയുമായിരുന്നു. എന്നാൽ സുവേന്ദു അധികാരി അധികാരമേറ്റ് വെറും 15 ദിവസത്തിനകം തന്നെ ഈ തടസ്സങ്ങളെല്ലാം നീക്കി ഭൂമി കൈമാറ്റത്തിനുള്ള അന്തിമ ഉത്തരവിറക്കി. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുണ്ടായിരുന്ന 7 ദേശീയപാതകളുടെ നിയന്ത്രണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്കും NHIDCLനും കൈമാറാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ 5 ദേശീയപാതാ ഭാഗങ്ങളും കടന്നുപോകുന്നത് ഈ ചിക്കൻ സ്നെക്ക് മേഖലയിലൂടെയാണ്. എന്താണ് ഈ ചിക്കൻ സ്നെക്ക് എന്ന് നോക്കാം. ഇന്ത്യയിൽ ഭൂമിശാസ്ത്രപരവും തന്ത്രപരവുമായ വളരെയധികം പ്രാധാന്യമുള്ള ഒരു നഗരമാണ് പശ്ചിമ ബംഗാളിലെ വടക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സിലിഗുരി. ഒരു കോഴിയുടെ കഴുത്തുപോലെ ഇരിക്കുന്നതിനാലാണ് സൈനിക ഭൗമരാഷ്ട്രീയ വൃത്തങ്ങളിൽ ഈ സിലിഗുരി ഇടനാഴി ചിക്കൻ സ്നെക്ക് കോറിഡോർ എന്നറിയപ്പെടുന്നത്. വെറും 20 മുതൽ 22 കിലോമീറ്റർ വരെ മാത്രം വീതിയുള്ള ഈ ഇടുങ്ങിയ പാതയാണ് അസം, അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ ഉൾപ്പെടെയുള്ള 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഏക കരമാർഗം. സിലിഗുരി ഇടനാഴിയുടെ വടക്ക് ഭാഗത്ത് നേപ്പാളും ഭൂട്ടാനും തെക്ക് ഭാഗത്ത് ബംഗ്ലാദേശുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്തായി ചൈനയുടെ ടിബറ്റൻ സ്വയംഭരണ പ്രദേശവുമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധ സാഹചര്യത്തിൽ ശത്രുരാജ്യങ്ങൾ ഈ 22 കിലോമീറ്റർ പാത ഉപരോധിച്ചാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രവിശ്യകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഈ പ്രദേശം ഇന്ത്യയുടെ ഏറ്റവും വലിയ സൈനിക ചോക്ക് പോയിന്റായി വിലയിരുത്തപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന് കൈമാറുന്ന ഈ 120 ഏക്കർ ഭൂമി പ്രധാനമായും അതിർത്തി വേലികൾ ശക്തമാക്കുന്നതിനും തന്ത്രപ്രധാനമായ സൈനിക വിന്യാസങ്ങൾക്കുമാണ് ഉപയോഗിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഭൂമി എന്തിനാണ് കൈമാറുന്നതെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും സൈനികാവശ്യങ്ങൾ, പ്രതിരോധ സൗകര്യങ്ങൾ, റോഡ്, റെയിൽ വികസനം, മറ്റ് സുരക്ഷാ പദ്ധതികൾ എന്നിവയ്ക്കായി ഇത് ഉപയോഗിക്കാമെന്നാണ് സൂചനകൾ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷാ പഴുതുകൾ അടയ്ക്കുകയാണ് ഇതിന്റെ ആദ്യ ലക്ഷ്യമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചത് പ്രകാരം ചിക്കൻ സ്നെക്ക് ഇടനാഴിയിലൂടെ 40 കിലോമീറ്റർ നീളമുള്ള അതിസുരക്ഷാ ഭൂഗർഭ തുരങ്ക റെയിൽവേ പാത നിർമ്മിക്കാൻ കേന്ദ്രം പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ഭൂമി കൈമാറ്റം പശ്ചിമ ബംഗാളിൽ വലിയ പ്രതിഷേധങ്ങൾക്കും രൂക്ഷ വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പരമാധികാരവും ഭൂമിയും കേന്ദ്രത്തിന് മുന്നിൽ പണയം വെക്കുന്ന സുവേന്ദു അധികാരി സർക്കാർ ബംഗാളിന്റെ താൽപര്യങ്ങൾ ബലികഴിക്കുകയാണെന്ന് പ്രതിപക്ഷമായ തൃണമൂൽ കോൺഗ്രസ് കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാരുകളെ ദുർബലപ്പെടുത്താനുള്ള BJPയുടെ തന്ത്രമാണിതെന്നാണ് അവരുടെ പക്ഷം. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ കളികൾക്കും സ്ഥാനമില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഈ ആരോപണങ്ങളെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 5 കോടി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ ഭൂമി കൈമാറ്റം അനിവാര്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം.